ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ ഇപ്പോ മുനമ്പത്തെ BJP സ്ഥാനാർത്ഥിയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് മുനമ്പത്ത് ഈ ഒന്നാം വാർഡിൽ BJP ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഒരു വോട്ട് പോലും BJP ഇന്നോളം ഇല്ലാത്ത ഒരു വാർഡിൽ എങ്ങനെയുണ്ട് വീടുകളിലേക്ക് ഇറങ്ങിയിട്ട് ഉള്ള ഒരു പ്രതികരണങ്ങൾ എങ്ങനെയാണ്? വീടുകളിൽ നിന്ന് ഇറങ്ങിയോ? വീടുകളിൽ ഇന്നൊരു 50ഓളം വീടുകളിലോളം ഇന്നോളം ഇറങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പുള്ള ഒരു 10-200 വീടോളം ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു നല്ലൊരു പ്രതികരണമാണ്. കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു ജനതയാണിത്. കാരണം നമ്മ വിശ്വസിച്ചിരുന്ന രണ്ട് പാർട്ടിയും നമ്മളെ കൈയൊഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് നമ്മളെ ഒരു നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു വന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ BJP ആണ്. അത് തുടക്കം എങ്ങനെയാന്ന് വെച്ചാൽ അവസാനം വരെ ഇപ്പോഴും നമ്മളുടെ കൂടെയുണ്ട്. അപ്പൊ ആ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളെല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. കാരണം ഇനി ഒരു പ്രതീക്ഷ നമുക്ക് ഈ കേന്ദ്ര സർക്കാരേ ഉള്ളൂ. നമ്മുടെ ഭൂമിക്ക് വേണ്ടിയിട്ട് ഇനി ചെയ്തു തരാൻ വേണ്ടിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ജനത ഈ BJP കൂടെയാണെന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോ ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാക്കിയ സമയത്ത് നരേന്ദ്രമോദിക്ക് ജയ് വിളിച്ച് മുന്നോട്ട് വന്ന മുനമ്പത്തെ മുഴുവൻ ജനതയും അവരെല്ലാവരും ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പരമ്പരാഗതമായിട്ട് അവർ വോട്ട് ചെയ്യുന്ന LDFനും UDFനും തന്നെ വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു നന്ദി സൂചകമായിട്ട് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യും. ഇല്ല, അങ്ങനെ ഒരു നന്ദി കേട്ട ഒരു ജനതയല്ലേ ഇത്. കാരണം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരു ജനതയാണിത്. അപ്പൊ ആരാണ് ഇതില് കള്ളന്മാരെന്നും ആരാണ് ഇതില് നന്മയുടെ വശത്ത് നിൽക്കണെന്നുള്ളത് ജനങ്ങൾക്ക് നല്ലൊരു ബോധ്യമായിട്ടുണ്ട്. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ 3 കൊല്ലത്തോളം ഈ ജയിലിൽ കിടക്കണ പോലെ ഈ ജനത ഇവിടെ കിടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളുമില്ല തിരിഞ്ഞു നോക്കാനുണ്ട്. ഇത്രയും നല്ലൊരു വിധി കിട്ടിയിട്ട് പോലും മുഖ്യമന്ത്രി പോലും ഈ ആ വിധിയെ തള്ളിക്കളഞ്ഞിട്ട് ഇപ്പൊ അവർക്ക് വഖഫ് ബോർഡിന് സ്റ്റേ വെക്കാനുള്ള അവസരം കൂടി ഉണ്ടാക്കി കൊടുത്തേക്കാണ് ഇപ്പൊ നമ്മുടെ കേരള സർക്കാർ. അപ്പൊ ഇനി പ്രതീക്ഷയായിട്ട് നിൽക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതീക്ഷയായിട്ട് നിൽക്കുന്ന ഒരു ജനതയ്ക്ക് ഇനി BJP സർക്കാരായി ഇവർ നമ്മുടെ കൂടെ ഉള്ളതെന്നുള്ളത് ജനതയ്ക്ക് നല്ലൊരു വിശ്വാസം വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും BJP ഈ പ്രാവശ്യം ഇവിടെ വിജയിച്ച് കയറും എന്നുള്ളത് 100% ഉറപ്പ്. ഇപ്പോ സ്വാഭാവികമായിട്ട് പരമ്പരാഗതമായിട്ട് കോൺഗ്രസും LDFും മാറി മാറി ഭരിക്കുന്ന ഒരു വാർഡാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവരുടെ ഒരു വികസന കാഴ്ചപ്പാട് എന്തായിരുന്നു? എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞൊരു 5 വർഷം ഇവര്? വികസനം ഇവര് സ്വയം വികസിച്ചതല്ലാതെ നാട്ടിലൊരു വികസനം ഇതിവിടെ നോക്കിയിട്ട് കാണുന്നില്ല. കാരണം നോക്കിയാൽ മതി, ഇവിടെ ഒരു ബീച്ചാണ് കാണുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഒന്നില്ലെങ്കിൽ പട്ടിയടി കൊണ്ടും പോകുക, അല്ലെങ്കിൽ പാമ്പടി കൊണ്ടും പോകുക ആൾക്കാർ. കാരണം വെട്ടവും വെളിച്ചമൊന്നുമില്ല. ഇത് നോക്ക്, ഇതിനെ നല്ല സിമിത്തേരി ഇതിനേക്കാളും നല്ല രീതിയിലാണ് ഇവിടെ കിടക്കുന്നത്. സിമിത്തേരി ഇതിനേക്കാളും നല്ലതാണ്. അവിടെ ഒരു സിമിത്തേരിയിൽ വെട്ടവും വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വൈകുന്നേരം 6 മണിയായി കഴിഞ്ഞാൽ ആള് പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. ഒന്നില്ലെങ്കിൽ പട്ടിയടി ഉള്ളൂ, അല്ലെങ്കിൽ പാമ്പടി ഉള്ളൂ. പുറത്തുനിന്ന് വന്ന ആൾക്കാരായതുകൊണ്ട് നമ്മളോട് പറയാൻ നേരം കിട്ടില്ല. നേരെ തന്നെ വണ്ടി കയറി ചാടി കയറി അവർ ഉള്ള ഹോസ്പിറ്റലിൽ പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നീടുള്ള റിപ്പോർട്ടിങ്ങിലാണ് അറിയുന്നത് ഇങ്ങനെ പാമ്പടിയെ കൊണ്ടൊക്കെയാണ് ഈ ആൾക്കാർ പോയേക്കണെന്നുള്ളത്. ഇത് എന്ത് വികസനമാണ് ഇവർ ഇവിടെ കാഴ്ചവെച്ചേക്കണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയാൻ പാടുള്ളൂ. അപ്പൊ ഇത് ചേട്ടന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? വികസന കാഴ്ചപ്പാട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ്? ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ വെറുതെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത് അല്ലല്ലോ, വിജയമാണല്ലോ മുന്നിലുള്ളത്. അപ്പൊ വിജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ് മുനമ്പത്തെ ജനത്തിന് വേണ്ടി എന്ത് ചെയ്യുമെന്നാണ് താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? ആദ്യം പറഞ്ഞാല് ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുടിവെള്ളം എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ഇല്ല. 8 മാസമായിട്ട് എന്ന് പറഞ്ഞാല് കുടിവെള്ളം ഇവിടെ കാശ് കൊടുത്താണ് മേടിക്കുന്നത്. അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ആദ്യം തന്നെ കണ്ടെത്തും. പിന്നെ ഇവിടെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരു റേഷൻ കട. 10-700ഓളം കുടുംബങ്ങൾ വസിക്കുന്ന ഒരു ഇതാണ്. ഇവിടെ റേഷൻ കട ഇല്ലാണ്ട് എന്ന് പറഞ്ഞാല് ഞാനൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരാളാണ്. അപ്പൊ 4 കിലോ അരി മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് 200-150 രൂപ ഓട്ടോറിക്ഷ കാശ് തന്ന് റേഷൻ മേടിക്കുന്ന ആൾക്കാരാണ് ഈ പരിസരത്ത് മുഴുവനുള്ളത്. അപ്പോൾ അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ആദ്യം തന്നെ കണ്ടെത്തും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ബീച്ചിൽ നിന്ന് വെള്ളം അടിച്ച് കയറിയിട്ട് റോഡ് മുഴുവനും തകർന്നു പോയാണ്. കാരണം മണൽ കയറിയിട്ട് അവിടെ നിന്നുള്ള മണൽ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചൊരിഞ്ഞ് ഇട്ടിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഗതാഗതം ഒക്കെ സ്തംഭിച്ചു പോയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞാൽ ഈ വടക്കേ മുട്ടുണ്ട് ഇവിടെ. ആ മുട്ട് കുറെ കൂടി അങ്ങോട്ട് ഒരു 200-300 മീറ്റർ കൂടി നീട്ടുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നല്ലൊരു മണൽ പിടുത്തം പിടിക്കും. അപ്പൊ ഈ ശാശ്വതമായ ഒരു പരിഹാരം ഈ കടൽ കയറ്റത്തിന് അപ്പൊ ഒരു ഇതാവും. അപ്പൊ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ഈ മാർഗമാണ് ആദ്യം തന്നെ നോക്കുന്നത്. പിന്നെ വികസനം എന്ന് പറഞ്ഞാല് സുരേഷ് ഗോപി സാറ് പൂർണ്ണമായും നമുക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഒരു ടൂറിസം മന്ത്രിയും കൂടെയാണല്ലോ അദ്ദേഹം. അപ്പോൾ ഈ ഇവിടെ വരേണ്ട കാഴ്ചപ്പാട് എന്തൊക്കെയാണെന്നുള്ളതും ഇവിടെ വികസനം എങ്ങനെയൊക്കെ രീതിയിൽ കൊണ്ടുവരാമെന്നുള്ളത് നല്ലൊരു കാഴ്ചപ്പാടിലൂടെ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ചെയ്തു തരാന്നുള്ളത് സുരേഷ് ഗോപി സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രതീക്ഷ അത് പ്രത്യേകിച്ച് സുരേഷ് ഗോപി സാറിനെ പോലെയുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് വലിയ പ്രതീക്ഷ തരുന്ന സമയത്ത് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ജനങ്ങൾക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ BJP ഇവിടെ നിന്ന് ഇല്ലാത്ത ഒരു കാര്യമാണ്.
അപ്പൊ BJP വന്നാൽ എങ്ങനെയാവും, എങ്ങനെ ഈ പഴയ കണ്ടീഷനൊക്കെ തന്നെ ആവും എന്നുള്ള ഒരു ആശങ്കയിലാണ് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ആശങ്കയ്ക്ക് ഇപ്പൊ ഒരു 100% മാറ്റി കഴിഞ്ഞു ഞങ്ങൾ. അപ്പൊ ഇനി സുരേഷ് ഗോപി സാറിന്റെ ഒരു ഇടപെടലും കൂടി ഇപ്പൊ നമ്മുടെ ജയത്തോടെ ഇവിടെ ഉണ്ടാവുമ്പോ പൂർണ്ണമായും അത് പരിഹാരം ഉണ്ടാവും. ഇപ്പോ LDF-ഉം UDF-ഉം വീടുകളിൽ ചെന്ന് സമ്പർക്കം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ വോട്ട് ചോദിക്കുന്ന സമയത്ത് ഇപ്പോ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഈ വഖഫ് ബോർഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങളോടുള്ള ഒരു ചോദ്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് അവർക്ക് നേരെ വരുന്ന സമയത്ത് ഇവർക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഒരിക്കലും ഇല്ലല്ല. അതെന്ന് പറഞ്ഞാല് ഇവിടെ പകൽ പോലെ വിളിച്ചോലെ ഈ വഖഫ് നിയമം ഉണ്ടാക്കിയത് കോൺഗ്രസ്. ഇപ്പൊ നമ്മളെ ഈ ഭൂമിയെ ഈ വഖഫിന്റെ ആസ്തി പട്ടികയിലേക്ക് ആക്കി കൊടുത്തത് LDF. പിന്നെ ഇവര് എന്ത് ധൈര്യത്തിലാണ് ജനങ്ങളെ നേരിടാൻ പറ്റുന്നത്? ഇവരെന്താണ് വോട്ട് ഇതിലൂടെ ചോദിക്കണത്? ഈ വഖഫ് ഇത് ഈ ജനങ്ങളെ ഇതിൽ നിന്ന് രക്ഷിച്ചോളാന്ന. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ LDF സർക്കാരിനെ കൊണ്ട് സാധിക്കുമെന്നല്ല. ഈ നമ്മുടെ ഹൈക്കോടതി ഇത്രയും നല്ലൊരു വിധി തന്നിട്ട് ഇത് വഖഫല്ല ഈ ഭൂമി എന്ന് കണ്ടെത്തിയിട്ട് 30 ദിവസം ഈ സമയം കൊടുത്ത് ഈ വഖഫിന് ഇതിന് സ്റ്റേ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പിന്നെ ഇനി ഇവരിൽ എന്ത് പ്രതീക്ഷയാണ് നമ്മൾ അറിയിക്കേണ്ടത്? ഈ കോൺഗ്രസ്സുകാർ ആണെങ്കിൽ ഇപ്പൊ അതെ നമ്മുടെ KM ഷാജി അടക്കമുള്ള ആൾക്കാർ പറയാണ് ഇനിയുള്ള ഈ കോൺഗ്രസ് ജയിക്കല് ഈ മുസ്ലിമിന് വേണ്ടി ആയിരിക്കണമെന്ന്. അപ്പൊ അങ്ങനെയും കൂടി പറഞ്ഞു വെക്കുമ്പോ ഇനി ഈ ജനത്തിന് എന്ത് പ്രതീക്ഷയാണ് ഇവര് നമുക്ക് അർപ്പിക്കേണ്ടത്? ഇവരെ പാടെ തള്ളിക്കളയോ എന്നുള്ളത് ഈ ഡിസംബർ 13-ാം തീയതിയിലുള്ള ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നമ്മൾ കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഇപ്പോ BJPക്ക് ഒരു വോട്ട് പോലും ഇല്ലാത്തൊരു വാർഡാണല്ലോ. ഇവിടെയാണ് ഒരു വലിയ രീതിയിൽ ഒരു കുതിപ്പുണ്ടായിരുന്നത്. BJPയുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും 0-ൽ നിന്ന് ഭരണത്തിലെത്തിയ സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ത്രിപുര പോലെയുള്ള ഒരു സംസ്ഥാനത്തുണ്ടായ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ 0 സീറ്റായിരുന്നു. ആ 0-ൽ നിന്ന് BJP അധികാരം പിടിക്കുന്ന ഇടത്തിലേക്കായിരുന്നു അവിടുത്തെ ഒരു വിജയമല്ല. ഇപ്പൊ തുടർച്ചയായിട്ട് 2 ടൈം ത്രിപുര ഭരിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം മുനമ്പത്തുണ്ടോ? 0 വോട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് അധികാരം പിടിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം പൂർണ്ണമാണോ? തീർച്ചയായും. കാരണം ഈ ഇന്ദിരാഗാന്ധി ഭരിക്കുമ്പോൾ അങ്ങനെ 2 സീറ്റാണ് BJPക്ക് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് 25-30 കൊല്ലം കൊണ്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി BJP വളർന്നിരിക്കുന്നു. അത് ഒരു പ്രാവശ്യമല്ല, ഒരു ടൈം, ഫസ്റ്റ് ടൈം, തേർഡ് ടൈം ആയിപ്പോ. ഇനി BJP ഇടുന്ന ആളുകൾ തന്നെയാണ് ഇനി മുന്നോട്ട് കിടക്കുന്നത്. കാരണം ഇപ്പോഴുള്ള കണ്ടില്ല, ഇപ്പോഴത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തന്നെ ബീഹാറിൽ തൂത്തുവാരിയാക്കണത് ഇത് തന്നെയാണ്. ഈ ട്രെൻഡാണ് വരാൻ പോണത്. കാരണം ഇവരെ കൊണ്ട് ഇനി ഒരു രാജ്യത്തിന് ഒരു കാര്യവുമില്ല എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടത്തെ ഉള്ള കാര്യങ്ങൾ തന്നെ ഉണ്ടല്ലേ, ഈ 600 ചില്ലാൻ കുടുംബങ്ങളുടെ ഈ ജീവിതത്തിന്റെ ഒരു കാര്യം വന്നിട്ട് ആ വഖഫിന്റെ ടീമിന്റെ കൂടെ നിൽക്കണ ഈ LDF-ഉം UDF-ഉം. അപ്പൊ പിന്നെ ഇനി ഇവരെ ഈ നാട്ടിൽ നിന്ന് തൂത്തെറിഞ്ഞ് കളഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവിടെ ജനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ ആ ഒരു വിദ്യ തന്നെ തുടർന്ന് ഇവിടുന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഇനി ഇത് BJP കിട്ടിക്കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് BJP തന്നെ ആയിക്കോളൂ ഇനി വാർഡിൽ നമ്മ കാഴ്ചവെക്കാൻ പോകുന്നത്. കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് നിലവിലെ സാഹചര്യത്തിൽ? കോൺഗ്രസിന്റെ അവസ്ഥ നിലവിൽ കണ്ടില്ലേ, ഇത് നല്ല രസമല്ലേ. ഇതിപ്പോ നമ്മുടെ വഖഫ് നമ്മുടെ ഭൂസംരക്ഷണ സമിതിയിൽ ഉണ്ടായിരുന്ന ഒരു കൺവീനറിനെയാണ് ഇപ്പൊ നമ്മുടെ ബ്ലോക്കിലേക്ക് മത്സരിപ്പിക്കാൻ പോകുന്നത്. പിന്മാറി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പിന്മാറി എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ അത്രയും നാറ്റക്കേസിലേക്ക് പോയി. കാരണം ഇത് എന്താണ് ഈ നടക്കുന്നത്? ജനങ്ങൾ വെറുതെ ഇവിടെ പൊട്ടന്മാരൊന്നുമല്ലല്ലോ നമ്മ ഈ കണ്ടുപിടിക്കണത്. ശരിക്കും ഒരു തമാശ എന്നുള്ളതാണ് രീതിയിലേക്കാണ് ഈ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആൾക്കാർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള ഒരു പാർട്ടി അത്രേ ഉള്ളു, അല്ലാണ്ട് ഇതിലൊരു കാര്യമില്ലാത്ത ആൾക്കാർ. പക്ഷെ ഇതിൽ നല്ല ആളുകളുണ്ട്, ഈ കോൺഗ്രസ് പാർട്ടിയിലേക്കും നല്ല ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ആത്മാഭിമാനത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ VD സതീശനും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ഈ പാർട്ടി എന്നേകമായിട്ട് ഇവിടുന്ന് ഇല്ലാണ്ടാവും എന്നുള്ള കാര്യം നേരെ ഉറപ്പാണ്. അപ്പൊ വലിയ പ്രതീക്ഷയാണ് ചേട്ടന്. BJP ഉറപ്പായിട്ടും വിജയിക്കുന്നുള്ള പ്രതീക്ഷയാണ്. പിന്നെ ഈ ജനത അത്രയും അനുഭവിച്ചു കഴിഞ്ഞ് 2 പാർട്ടിയിൽ നിന്നുമുള്ള ഈ പീഡനങ്ങൾ. അപ്പൊ ഇനി ഒരു മാറ്റം ജനങ്ങൾ ശരിക്കും ആഗ്രഹിച്ചു കഴിഞ്ഞെന്നുള്ളത് ഞങ്ങൾ വീടുകളിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായും എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്റെ ജനത എന്നെ കൈവിട്ടില്ല എന്നുള്ളത്. ആ വിജയം നമുക്ക് ഡിസംബർ 13-ാം തീയതി വരെ കാത്തിരിക്കാം. വളരെ നന്ദിയായിട്ട് ഈ ഒരു സമയത്ത് പ്രതികരിച്ചു. ഓക്കെ, താങ്ക് യു.